ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭ സന്ദർഭത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകളെല്ലാം CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ വഴിയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അവർ തീരുമാനിച്ച പ്രകാരമാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല, കൃത്യമായിട്ടുള്ള അന്വേഷണം എല്ലാം നടത്തിയിട്ട് വേണം അത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കുന്നു എന്ന് പറയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ പ്രിയപ്പെട്ട സഹാക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കേരളത്തില് എങ്ങനെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി വന്നത്? 2021 തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അന്ന് ചൂണ്ടിക്കാണിച്ചത് വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു. ആ വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി യഥാർത്ഥത്തിൽ 2025 അവസാനമാണ് ആ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചന വരുന്നത്. അതിന്റെ അപേക്ഷ ക്ഷണിക്കാനുള്ള തീരുമാനം എടുക്കുന്നതുമല്ല അതിന്റെ ഭാഗമായിട്ടാണ്. ആദ്യം നടക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഏറെ കാർഡും അതുപോലെ പിങ്ക് കാർഡും ഉള്ളവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷ കൊടുക്കാം. 35-നും 60-നും വയസ്സിടയിലുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം. വളരെ കൃത്യമായ മാനദണ്ഡം പുറത്തു വെച്ചുകൊണ്ടാണ് ഈ അപേക്ഷ ക്ഷണിച്ചിരുന്നത്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ 31,34,000 ആളുകൾക്ക് ഈ പെൻഷൻ അർഹതയുണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ അപേക്ഷ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപേക്ഷയെല്ലാം നിങ്ങൾക്കറിയാം, അക്ഷയ വഴിയാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അക്ഷയ വഴി ലഭിച്ച അപേക്ഷകളെല്ലാം സർക്കാരിന്റെ പരിശോധനാ സംവിധാനങ്ങളിലൂടെ കടന്നു വന്ന് ഏറ്റവും അർഹതപ്പെട്ടവരെ നോക്കിയാണ് ആ പദ്ധതി പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. എസ് ഇന്ദുലേഖ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബെൻസി രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബി പത്മകുമാരി, ഏരിയ ട്രഷറർ എം ശോഭന, ടൗൺ വില്ലേജ് സെക്രട്ടറി സുപ്രഭ എന്നിവർ പങ്കെടുത്തു. ടൗൺ ക്ലബിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. പുഷ്പ ജെയിൻ, അനി അൻസിൽ, സുകുമാരി, ശാരദ, സുനിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.